അപ്പോൾ ഇതിൻ്റെ അകത്ത് ജഡ്ജി പറഞ്ഞു ഒരാളുടെ സ്വത്ത് നിങ്ങൾ നിഷേധിക്കുകയാണ് കസ്റ്റംസ്. പക്ഷേ മറ്റേ ഓർഡറൊന്നുമില്ല, അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്താണ് ഇ ഡിയുടെ രംഗപ്രവേശം. അപ്പോൾ ഇ ഡി രംഗപ്രവേശം ചെയ്തതോടുകൂടി സംഗതി മാറി. ട്വിസ്റ്റ് ഉണ്ടായി അല്ലേ? ട്വിസ്റ്റ് വന്നു അതിൻ്റെ അകത്ത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തിരക്കഥയിൽ വന്നു. അതാണ് ഇ ഡി രംഗപ്രവേശം ചെയ്തതോടുകൂടി കേസിൻ്റെ രീതികൾ തന്നെ മാറി, ഊരിപ്പോരാൻ പ്രയാസം വന്നു. അപ്പോൾ പട്ടാളത്തിൽ നിന്ന് എന്ന നിലയിൽ, അമേരിക്കൻ എംബസിയിൽ നിന്ന് എന്നുള്ള നിലയിൽ, ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ നിന്ന് എന്ന നിലയിലൊക്കെയാണ് കാറ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യൻ പട്ടാളത്തിന്റെ സീല് വ്യാജമായിട്ട് ഉണ്ടാക്കിയിരുന്നു എന്ന് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നതാണല്ലോ. അതുമാത്രമല്ല, അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള കാറാണ് എന്നുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൻ്റെ എന്ന് പറഞ്ഞിട്ട് വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ RTO രജിസ്ട്രേഷൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, വ്യാജരേഖ. അപ്പോൾ ഇത് ഹിമാചൽ പ്രദേശ്, ഭൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഫെമയിലെ 348 വയലേഷൻ പ്രഥമ ദൃഷ്ട്യാ കണ്ടിട്ടുണ്ട്. ഇനി പണമൊക്കെ എങ്ങനെയാണ് കൊടുത്ത് എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ കണ്ടെത്തണം. അപ്പോൾ ദുൽഖറിൻ്റെ കടവന്ത്രയിലെ വീട് പ്ലസ് മമ്മൂട്ടി ഹൗസ്, മമ്മൂട്ടിയുടെ വീട്, അവിടെ റെയ്ഡ് നടന്നു. ചെന്നൈയിലും റെയ്ഡ് നടന്നു. ഗ്രീൻ മറ്റേ വീട്ടിൽ ചെന്നൈയിലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.